വസന്ത്, ഇതിലിപ്പോൾ പ്രതി ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു. വളരെ പഴുതടച്ച് നടത്തിയ ഒരു ആക്രമണമാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പോലീസ് ആ CCTV ഒക്കെ ഏതാണ്ട് കിലോമീറ്ററുകളോളം ശേഖരിച്ചൊക്കെയാണ് കാലങ്ങൾക്ക് ശേഷം ആ പ്രധാനപ്പെട്ട പ്രതിയെ പിടിച്ചത്. സ്കൂട്ടർ ഉടമയെ പിടിച്ചു. സ്കൂട്ടറിൽ പോയി സ്ഫോടക വസ്തു എറിഞ്ഞ ജിതിൻ വി കുളത്തൂപ്പുഴ ഒന്നാം പ്രതിയായി. സ്കൂട്ടർ ഉടമയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുബീഷ് ജിതിനെ സ്ഥലത്തെത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് T നവ്യ എന്നിവർ മറ്റു പ്രതികളായി. അപ്പോൾ ഇതിനൊരു വളരെ താഴെത്തട്ടിലൊരു പ്രാദേശിക സ്വഭാവത്തിൽ അപ്പോഴും നിൽക്കുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ടാം പ്രതി, ഈ പറഞ്ഞ വ്യക്തി, ഇയാളാകട്ടെ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിധം കാര്യങ്ങൾ നടന്നത് എന്നു വരുന്ന ഒരു പശ്ചാത്തലം. സുഹൈൽ ഷാജഹാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ജിതിൻ ഇത് ചെയ്തത്. ആ അന്വേഷണത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടതോടെ ഈ രണ്ടാം പ്രതി നാടുവിടുന്നു, ഒളിവിൽ പോകുന്നു. 2 വർഷക്കാലത്തോളം ഒളിവിൽ കഴിയുന്നു. ദുബായിൽ കഴിയുന്നു, അത് കഴിഞ്ഞ് ലണ്ടനിൽ കഴിയുന്നു, അത് കഴിഞ്ഞ് കാഠ്മണ്ഡു നേപ്പാളിൽ പോയി, കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലെത്തി, ദില്ലിയിൽ നിന്ന് പതുക്കെ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് ആ വഴിക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞ വളരെ കൃത്യമായൊരു ക്രിമിനൽ നടപടിക്ക് ശേഷം ഒരു പ്രതി എങ്ങനെയാണോ ഒളിവിൽ പോവുക ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ വലിയ നിലയിൽ കണ്ടിട്ടുള്ള പല കേസുകളിലും സംഭവിച്ചുള്ളതുപോലെയാണ് ഒരു പ്രതി പെരുമാറിയത്. ദില്ലിയിൽ നിന്നാണ് കേരള പോലീസ് പിടിച്ചത്. ഈ പ്രതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്ന നിലയിൽ കൂടി വരുമ്പോൾ ആ കുറ്റകൃത്യം കൃത്യമായി ഡിസൈൻ ചെയ്തതാണ് എന്നും പിടിക്കപ്പെടരുത് എന്നും ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ ആ വിധം അതിനുശേഷം കുടുംബത്തോടൊപ്പം വിദേശത്ത് പോയി താമസിക്കാൻ പ്ലാൻ ഇടുമ്പോഴാണ് പിടിക്കുന്നത്. അപ്പോൾ ആ കുറ്റകൃത്യം എത്രമാത്രം ആസൂത്രണം ചെയ്തു, എത്രമാത്രം പങ്കാളിത്തമുണ്ട് എന്ന് സ്വയം വെളിപ്പെടുത്തുകയല്ലേ. സാധാരണ പറയും രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. നിയമപരമായി നേരിടാൻ തയ്യാറാകാതെയാണ് ഒളിവിൽ പോയതൊരു നേതാവ്. അതോടുകൂടി തന്നെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എത്തിയല്ലോ. ശ്രീ ശരത്, AKG സെന്ററിനല്ല ഈ സംസ്ഥാനത്തോ രാജ്യത്തോ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടി ഏതിലുമാണ്. VSPയുടെ ഒക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ കേരളത്തിലുണ്ടല്ലോ, ഏറ്റവും ചെറിയ പാർട്ടികളിൽ ഒരാളാണ്. ആ പാർട്ടി ഓഫീസിന് നേരെയാണെങ്കിലും പടക്കമെന്നല്ല ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും അത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ്. വ്യക്തമാണല്ലോ, കോൺഗ്രസിന്റെ നിലപാട് അതാണ്. ഞങ്ങൾ അത് അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2-3 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങും ശ്രീ അനിൽകുമാറും പറയുന്നു ശാസ്ത്രീയമായി പിടിച്ചു അത്രേ. എന്ത് ശാസ്ത്രീയതയാണ് ഇതിലുള്ളത്? കേരള പോലീസ് പിടിച്ചു അത്രേ. എങ്ങനെയാ കേരള പോലീസ് പിടിച്ചത്? കേരള പോലീസ് എന്നല്ല, രാജ്യത്തുള്ള എല്ലാ പോലീസും സ്വാഭാവികമായും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് പ്രതിയെ കാണാനില്ലെങ്കിൽ രാജ്യത്തെ എയർപോർട്ടുകളിലേക്ക് ഒരു ലുക്കൌട്ട് നോട്ടീസ് പാസ് ചെയ്യും. ആ ലുക്കൌട്ട് നോട്ടീസ് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നു, അവർ തടഞ്ഞു വെക്കുന്നു, കേരള ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുന്നു. കാര്യം ക്രൈംബ്രാഞ്ചാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അവരവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇതിൽ പാർട്ടിക്ക് എന്ത് പങ്കാണുള്ളത്? ഒന്ന്, യൂത്ത് കോൺഗ്രസിന് അങ്ങ് തന്നെ പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹം ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരുന്നു? അല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സംസ്ഥാന നേതൃത്വമോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ജില്ലാ നേതൃത്വമോ ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഇത് ഉണ്ടായിട്ടുള്ളത്? അന്വേഷിക്കണ്ടേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണ്ടേ? രണ്ടാമത് ശ്രീ അനിൽകുമാർ പറയുന്നു മാധ്യമ ഏകപക്ഷീയത. ആ മാധ്യമ ഏകപക്ഷീയതയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെയും എന്റെയൊക്കെ നാടായ കോട്ടയത്ത്, അദ്ദേഹം അവിടെ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടി ആയിട്ടുള്ള കോട്ടയത്ത് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ പറ്റി തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു അത്രേ. പിണറായി വിമർശനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ അനിൽകുമാർ, ഇന്നു വരെ നിങ്ങളുടെ DCO അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയോ അതിനെതിരായ ഒരു പത്രക്കുറിപ്പെങ്കിലും പുറത്തിറക്കിയോ? മാധ്യമങ്ങൾ ഇതാ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു, മാധ്യമങ്ങൾ ഇതാ നുണ പറയുന്നു, കോട്ടയത്തെ DCയിലോ ആലപ്പുഴ DCയിലോ ഒന്നും പിണറായിക്കോ സർക്കാരിനോ എതിരായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടേ? മാധ്യമങ്ങളോട് പറയണ്ടേ? ദേശാഭിമാനിയിലൂടെ പറയണ്ടേ? കൈരളിയിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, ഒരു പ്രസ് റിലീസ് സംസ്ഥാന സെക്രട്ടറിയുടെ ലെറ്റർ ഹെഡിൽ ഉണ്ടാവണ്ടേ? കോൺഗ്രസിനെതിരായി ഉണ്ടായാൽ ഞങ്ങൾ ചെയ്തു. KPCC ആസ്ഥാനത്ത് നിന്ന് കൃത്യമായി ഇതാ ഈ വാർത്ത പാർട്ടി നിഷേധിക്കുന്നു, ഇത് തെറ്റാണ് എന്ന് പറയും. നിങ്ങൾ പറഞ്ഞില്ല. ഇന്നത്തെ വാർത്ത അറിയാത്തതുകൊണ്ടാണ്. കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട്
ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളതാണ്, കളവാണ്. ഇതിൽ അഭിപ്രായം പറയാത്ത ആളുകളുടെ പേരിൽ പോലും കളവായ വാർത്തകൾ ചമയ്ക്കുന്നു. അതെഴുതിയ മാധ്യമപ്രവർത്തകരുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് നേതാക്കൾ സംസാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വസന്ത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വാർത്തകളിൽ അതും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം വസന്ത് എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന അയാളിപ്പോൾ ജില്ലാ സെക്രട്ടറി ആണോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു കാലാവധി കഴിയുമ്പോൾ അയാളെ മാറ്റുന്നു, ഏതെങ്കിലും നടപടിയെടുത്ത് അയാളെ മാറ്റിയതല്ല. അയാൾ കാലാവധി പൂർത്തിയാക്കി അതിലെ പുനഃസംഘടന അടിസ്ഥാനത്തിൽ പുതിയ കമ്മിറ്റി വരുമ്പോൾ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അയാൾ KPC പ്രസിഡന്റ് ഏറ്റവും അടുത്തയാളാണ്. ചിത്രങ്ങൾ ഏതോ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളല്ല. അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ മാധ്യമങ്ങളിലേക്ക് വന്ന വിവരങ്ങളാണ്. അങ്ങനെയുള്ള അയാൾ എന്തുകൊണ്ടാണ് 2 വർഷം ഒളിവിൽ പോകുന്നത്? 2 വർഷം ഒളിവിൽ പോയാൻ അയാൾ സ്വീകരിച്ച മാർഗം കൊടും കുറ്റവാളികൾ ചെയ്യുന്നത് പോലെയുള്ളതാണ്. അതെന്നിട്ട് ദില്ലി വിമാനത്താവളത്തിൽ പിടിക്കുമ്പോൾ ഏതോ സിമ്പിളായ കാര്യം പോലെയാണ്, ഒരു പെറ്റി കേസിലെ കഥ പോലെയാണ് നിങ്ങൾ പറയുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് വസന്തേ, നിങ്ങളെപ്പോലെ ഒരു നേതാവാണ് ഈ നിലയിൽ ഒളിച്ചു കഴിഞ്ഞത് 2 വർഷക്കാലം. എന്തു പറയും അതേക്കുറിച്ച്? എന്താണ് VD സതീശൻ പറഞ്ഞത്? കോൺഗ്രസിന് ഇതുമായി ഒരു പങ്കുമില്ല. വസന്ത് കാണാം ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസുമായി ബന്ധമില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? കണ്ടിട്ട് പറയൂ. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസ് അന്വേഷണം നടത്തിയിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ കണ്ടുപിടിക്കട്ടെ. ആരായാലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാകില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ആ ബോധ്യമല്ലേ പോയത് വസന്ത്? ആ ബോധ്യം തീർന്നു. പ്രതിപക്ഷ നേതാവിന്റെ ആ ബോധ്യത്തിന് ഇനി കേരളത്തിൽ സ്കോപ്പില്ല. ഒരു ബോധ്യം തീർന്നിട്ടില്ല. പറയാൻ സമ്മതിക്കാമോ? ഞാൻ പറയാം. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഞാൻ അങ്ങയോട് എടുത്തു ചോദിച്ചു, ഈ ക്രൈം നടക്കുന്ന സമയത്ത്, ഞാനും അനിൽകുമാറും എല്ലാം അഭിഭാഷകരാണല്ലോ, ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇതാ വസന്തിനെ പോലുള്ളൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ അല്ലേ, കോൺഗ്രസ് പ്രവർത്തനോ നേതാവോ അല്ലേ എന്ന് ചോദിച്ചാൽ, ശ്രീ ശരത്, ഞാൻ KSUവിന്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു. പിന്നീട് ഞാൻ ആ പണി നിർത്തി പോയാൽ പിന്നീട് KSUവിന് എന്റെ മേൽ, ഞാൻ ചെയ്ത ക്രൈമിന് മേൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? രണ്ടാമത് ഞാൻ അത് വസന്ത് പണി നിർത്തിപ്പോയില്ലല്ലോ. വസന്ത് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ് ആയി നിൽക്കുന്നു. ഈ പറഞ്ഞ ആളും അങ്ങനെ അല്ലാതെ പുള്ളി അവധിയെടുത്ത് അല്ലെങ്കിൽ ഒളിവിലല്ലാതെ പുറത്തു പോയ ആളല്ല. അയാൾ ഒളിവിൽ പോയ ആളാണ് പ്രതിയായതിനെ തുടർന്ന്. ഞാൻ ചോദിക്കുന്നത്, ക്രൈം നടക്കുമ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, യൂത്ത് കോൺഗ്രസ്സുകാരനല്ല. ആ നിലയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് വസന്തിന് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നിരിക്കെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ഇന്നിപ്പോൾ DCC വൈസ് പ്രസിഡന്റാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് ആ പദവി ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ DCC വൈസ് പ്രസിഡന്റായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 14 ജില്ലകളിലും അത്തരം കോപ്ഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സുഹൈൽ ജില്ലാ സെക്രട്ടറിക്ക് പകരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നേനെ. മനസ്സിലായില്ലേ? പാർട്ടി പരിപാടിയും പണി ഉപേക്ഷിച്ചു പോയ ആളല്ലെന്നേ. അത് തന്നെയാണ് ശ്രീ ശരത് എന്റെ പോയിന്റ്. അതായത് പാർട്ടി ഹൈറാർക്കിയിൽ അദ്ദേഹം മുമ്പോട്ട് പോവുകയല്ല ചെയ്യുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി പാർട്ടി ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. പാർട്ടി നടപടി ഞാൻ ചോദിക്കട്ടെ, 2 വർഷക്കാലം ഇയാൾ ഒളിവിൽ പോയപ്പോ പാർട്ടി അയാളെ പുറത്താക്കിയോ? വസന്ത്, എന്റെ ചോദ്യമാണ്. പുറത്താക്കിയോ? ഞാൻ പറഞ്ഞത് അതെ, സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. പാർട്ടി പുറത്താക്കിയോ? ഒരു കേസിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രതിപക്ഷ നേതാവും K. സുധാകരനും പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല. പക്ഷേ ആ പറഞ്ഞ വാദത്തെ ദുർബലപ്പെടുത്തും വിധം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ അതിൽ പ്രതിയാകുന്നു. അയാളാകട്ടെ കേസിനെ നേരിടാൻ തയ്യാറാകാതെ ഒളിവിൽ പോകുന്നു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. അയാളെ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസ് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയോ? പാർട്ടി വിശദീകരിച്ചോ ജനങ്ങളോട്? ശ്രീ ശരത്, ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത്. അല്ല, അതായത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനവും തെരഞ്ഞെടുപ്പ് അങ്ങേക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നേരത്തെ അങ്ങ് CPM-ന്റെ പറഞ്ഞ പോലെ അങ്ങേക്ക് ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. എന്നോടാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് വസന്ത ഇത്? എന്റെ ചോദ്യം ഇത്രയാണ്, ഇയാൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി, ഇയാളെ പുറത്താക്കുന്നു, ഇയാൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമില്ല, കേരളത്തോട് വിശദീകരിച്ചോ? ഒറ്റ ചോദ്യമുള്ളൂ. അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടാണ്, എക്സ്പയർ ചെയ്യാവുന്ന കമ്മിറ്റി പിരിച്ചുവിടപ്പെടുമ്പോ ആ കമ്മിറ്റിയിൽ ഏത് പോസ്റ്റിൽ ഇരിക്കുന്നവരും
പിന്നീട് പാർട്ടിയിൽ ഒരു പോസ്റ്റിലും ഉണ്ടാവില്ല. അത് വേറെ, പിന്നീട് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പിൽ അതങ്ങ് കൈവച്ചാൽ മതി വസന്തേ, അത് കൈവച്ചാൽ മതി. അതിനർത്ഥം അയാൾ കോൺഗ്രസ്സുകാരനല്ലാതായി മാറിയെന്നാണോ? അയാളെ പുറത്താക്കിയെന്നാണോ? അല്ല വസന്ത്, അല്ല 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 അല്ല. ഒരു ക്രൈമിൽപ്പെട്ട് അയാളെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു, ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറയുന്നതും വസന്ത് ഈ പറഞ്ഞ നടപടിയും രണ്ടും രണ്ടാണ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ശ്രീ ശരത്ത് കൈരളിയിൽ നിന്ന് രാജിവെച്ചു മാറുന്നു, അങ്ങ് മറ്റൊരു ചാനലിൽ ജോയിൻ ചെയ്യുന്നില്ല, അങ്ങ് മറ്റ് വേറെ എന്താണ് എഴുത്തോ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകുന്നു. പിന്നീട് അങ്ങ് കൈരളിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷവും അങ്ങ് മാധ്യമ പ്രവർത്തകനാണെന്നും അതിനുശേഷം നടത്തുന്ന ക്രൈമിന് കൈരളി ഉത്തരവാദിയാണെന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? കൈരളിക്ക് എവിടെ നിന്നാണ്? ഇനി ഞാൻ പറയാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കൈരളിയുടെ മാനേജ്മെന്റിന് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ശരത്ത് ഇന്ന് കൈരളിയിലില്ല, വസന്ത് പറഞ്ഞതുപോലെ പറയാൻ. അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല,